2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ടീമിൽ മടങ്ങിയെത്തി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇഷാൻ കിഷൻ. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ BCCയുടെ കരാർ അടക്കം നഷ്ടമായ ഇഷാൻ നിലവിൽ 2020 ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്താണ്. ജീവിതം ടെസ്റ്റ് ക്രിക്കറ്റ് പോലെയാണെന്ന് ഹർഷ ബോഗ്ലെ പറഞ്ഞത് എത്ര സത്യമാണ്. ആദ്യ ഇന്നിംഗ്സ് പരാജയപ്പെട്ടാലും രണ്ടാമത്തെ ഇന്നിംഗ്സിൽ നിങ്ങൾക്ക് മറ്റൊരവസരം കൂടി ലഭിക്കും. അതിലെ പ്രകടനം കൈവിട്ടുപോയ മത്സരത്തെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അത്തരമൊരു രണ്ടാം ഇന്നിംഗ്സിൽ കളം നിറഞ്ഞ ബാറ്റ് വീശുകയായിരുന്നു ഇഷാൻ. ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഇഷാൻ. പക്ഷേ ഋഷഭ് പന്തിന്റെ നിഴലിൽ ആദ്യ 11-ൽ ഇടം ലഭിച്ചില്ല. പന്തിന്റെ അഭാവത്തിൽ KL രാഹുൽ വിക്കറ്റ് കാത്തതോടെ ഇഷാന്റെ സ്ഥാനം വീണ്ടും ബെഞ്ചിലൊതുങ്ങി. ഇതിനിടെ ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി എന്ന സ്വപ്ന നേട്ടത്തിലെത്തി. പക്ഷേ അടുത്ത മത്സരത്തിൽ ടീമിൽ നിന്ന് പുറത്തായി. കിട്ടുന്ന അവസരങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും ബെഞ്ചിലെ സ്ഥിര സാന്നിധ്യം ഇഷാനെ മാനസികമായി തളർത്തി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടൂർണമെന്റിൽ നിന്ന് താരം ഇടവേളയെടുത്തു. ഇടവേളയെടുത്തു മടങ്ങിയ ഇഷാനോട് ആഭ്യന്തര ക്രിക്കറ്റിൽ പങ്കെടുക്കണമെന്ന് BCCI ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് നിരസിച്ച ഇഷാൻ BCCIയെ അപ്പാടെ തള്ളി IPLന് വേണ്ടി പരിശീലനം ആരംഭിച്ചു. ഇതോടെ ടീമിൽ നിന്നും വാർഷിക കരാറിൽ നിന്നും പുറത്തായി. പിന്നാലെ വന്ന IPLൽ നിറം മങ്ങുകയും മുംബൈ ഇഷാനെ കൈവിടുകയും ചെയ്തു. പിന്നീട് കണ്ടത് ഇഷാന്റെ ശക്തമായ തിരിച്ചുവരവാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ നിറസാന്നിധ്യം. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിനെ കിരീടത്തിലേക്ക് നയിക്കുകയും ടൂർണമെന്റിലെ ടോപ്പ് സ്കോററാവുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലേക്ക് ബാക്കപ്പ് കീപ്പറായി ഇടം പിടിച്ചു. ന്യൂസിലൻഡിനെതിരെ തിലകിന്റെ അഭാവത്തിൽ വീണ് കിട്ടിയ അവസരം ഉപയോഗിച്ചതോടെ സഞ്ജുവിനെ ബാക്കപ്പാക്കി ഇഷാൻ ലോകകപ്പ് ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പറായി. റാങ്കിങ്ങിൽ 62ാം സ്ഥാനത്തായിരുന്ന ഇഷാൻ കേവലം 6 മത്സരം കൊണ്ട് കുതിച്ചെത്തിയത് 8ാം സ്ഥാനത്തേക്ക്. വീഴ്ചകളുണ്ടായാൽ തളർന്ന് പിന്മാറരുതെന്ന് ഇഷാൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഏതൊരു കായിക താരത്തിനും മാതൃകയാക്കാവുന്ന തിരിച്ചുവരവ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.